ിന്റെ വീടുകൾക്ക് മുന്നിൽ നിന്നും ഇപ്പോൾ ഞങ്ങളുടെ പ്രതികൾ അരുൺ ശങ്കറും ശ്യാമപ്രസാദ് ഉത്തമനും ചേരുന്നുണ്ട്. അരുൺ ശങ്കർ ഏത് വീടിന് മുന്നിലാണുള്ളത്? അവിടെ ഈ സിദ്ദീഖ് എവിടെ ഉണ്ട് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ? ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ നേരത്തെ ലഡു വിതരണം നടത്തുന്നത് കണ്ടോ? നാട്ടുകാരാണോ? എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭ്യമാകുന്ന പ്രതികരണങ്ങൾ? ഞാനിപ്പോൾ ഉള്ളത് ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിന് മുന്നിലാണ്. ഇവിടെ ആളനക്കം ഇല്ല. എന്തായാലും സിദ്ദീഖിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമുണ്ട്. കുടുംബത്തെ സംബന്ധിച്ചും വലിയ ആശ്വാസം തന്നെയാണ്. പടമുകളിലെ വീടിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ലഡു വിതരണം നടത്തിയിരിക്കുന്നത്. നാട്ടുകാർ ഈ ആശ്വാസം ലഭിച്ചതിൻ്റെ സന്തോഷം പങ്കിടുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കുട്ടമശ്ശേരിയിൽ അത്തരത്തിലുള്ള ഒരു ആഘോഷവുമില്ല. ഈ വീട് ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അകത്ത് നേരത്തെ ജോലിക്കാരെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ കുടുംബാംഗങ്ങളായിട്ടുള്ള മറ്റ് ആളുകളെ ആരെയും കണ്ടിട്ടില്ല. നേരത്തെ ഒരു പാഴ്സൽ, മകളുടെ പേരുള്ള ഒരു പാഴ്സൽ അത് അകത്ത് കൊണ്ടുപോയി കൊടുത്തിരുന്നു. പക്ഷേ മകൾ ഇറങ്ങി വന്നാലും വാങ്ങിച്ചു, ജോലിക്കാർ ഇറങ്ങി വന്നതാണ് വാങ്ങിച്ചത്. പക്ഷേ മറ്റുള്ള കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. കാരണം അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എന്തായാലും സിദ്ദീഖിന് പോകേണ്ടി വരും. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ളവയൊക്കെ ഹാജരാക്കേണ്ടി വരും. പക്ഷേ അറസ്റ്റ് എന്നുള്ളതായിരുന്നു അറസ്റ്റ് തടയണം, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ജയിലിൽ പോയി കഴിഞ്ഞാൽ എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ളതൊക്കെ പിന്നീടാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പേഴ്സണാലിറ്റിക്ക് തന്നെ ആഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള വിഷയമായി മാറും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് പോയില്ല എന്നുള്ളത് കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. സിദ്ദീഖിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഇപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് സിദ്ദീഖ് എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ്. എപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടും, പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ളതാണ്. അദ്ദേഹം എവിടെ ഒളിവിലിരുന്നു എന്നുള്ളതും കൂടി ഈ ഒരു പ്രത്യക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എപ്പോൾ സിദ്ദീഖ് ഈ വീട്ടിലേക്ക് വരും, ഈ വീട്ടിലേക്കോ അല്ലെങ്കിൽ പടമുകളിലെ വീട്ടിലേക്കോ വരുമെന്നുള്ളതാണ് ചോദ്യം. അതെന്തായാലും അടുത്ത ദിവസമോ ഇന്നോ അടുത്ത ദിവസമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അദ്ദേഹം എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അക്കാര്യം വ്യക്തമാവുക. എന്തായാലും ഇവിടെ ആഘോഷങ്ങളൊന്നുമില്ല. പടമുകളിലെ വീട്ടിന് മുന്നിലാണ് നാട്ടുകാർ ചേർന്ന് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ലഡു വിതരണം നടത്തിയത്. ശരി, അരുൺ ശങ്കറാണ് ഒരു വീട്ടിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും സിദ്ദീഖ് കാണാമറയത്താണുള്ളത്. ഇനിയിപ്പോൾ ആശ്വാസം ആകുമ്പോൾ സിദ്ദീഖ് പുറത്തേക്ക് എത്തുമോ, പ്രത്യക്ഷപ്പെടുമോ എന്നതും ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്യാമപ്രസാദ് ഉത്തമൻ കൂടി ചേരുന്നുണ്ട്. ശ്യാം, പടമുകളിലെ വീടിന് മുന്നിലാണോ ഉള്ളത്? അവിടെയാണോ ഈ ലഡു വിതരണമൊക്കെ നേരത്തെ നടന്നത്? സിദ്ദീഖിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? പ്രജീഷ, ഞാനിപ്പോൾ ഉള്ളത് ഈ പടമുകളിലെ ഈ പാലച്ചോട്ടിലെ ഈ വീട്ടിലാണ്. ഈ വീട്ടിൽ സാധാരണ ഇത് മകൻ്റെ വീടാണ്. ഈ വീട്ടിലും ആലുവയിലെ വീട്ടിലുമായാണ് സിദ്ദീഖ് സാധാരണയായി കഴിയാറുള്ളത്. ഈ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഈ വീട്ടിൽ പിന്നെ ആരും തന്നെ ഉണ്ടായിട്ടില്ല. പലതവണ പോലീസ് ഇവിടെ വന്ന് പരിശോധനയും മറ്റുമൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇപ്പോഴും ഇവിടെ ആളില്ല. ഇവിടെ താമസിച്ചിരുന്ന മകനാകട്ടെ ഡൽഹിയിലുമാണുള്ളത്. എന്തായാലും സിദ്ദീഖിന് 2 ആഴ്ചത്തേക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ വിധി വന്നതോടുകൂടിയാണ് ഇവിടുത്തെ നാട്ടുകാർ 2 പേർ ചേർന്നുകൊണ്ട് ഇവിടെ ലഡു വിതരണവും മറ്റും നടത്തിയത്. അവർ ഇവിടെ ലഡുവും മറ്റും വാങ്ങി ഇതിലെ ഈ റോഡിലൂടെ യാത്ര ചെയ്ത ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും ഇനി സിദ്ദീഖ് സ്വാഭാവികമായിട്ടും ഈ 2 ആഴ്ചത്തെ ഈ ഒരു കോടതിയുടെ ഒരു വിധി ആശ്വാസം വന്നതോടുകൂടി എന്തായാലും ഇനി പുറത്തേക്ക് വരും. ഇനി എവിടെ എത്തും എന്നതാണ് കാത്തിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലാണോ അതോ വീട്ടിലേക്കാണോ എന്നതാണ്. നിലവിൽ ഇപ്പോൾ ഈ പടമുകളിലെ വീട്ടിൽ നിലവിൽ ആരും തന്നെ ഇല്ല. വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ഒരു ജോലിക്കാരനുണ്ട്. ആ ജോലിക്കാരൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പ്രദേശവാസികളും മറ്റുമൊക്കെ നമ്മളോട് പറയുന്നത്. ഈ കേസ് വന്നതിന് ശേഷം പലതവണ ആയിട്ട് പോലീസും മറ്റുമൊക്കെ ഇവിടെ പരിശോധനയും മറ്റുമൊക്കെ ആയി എത്തിയതാണ്. ഈ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സിദ്ദീഖ് കാണാമറയത്തേക്ക് പോകുന്നത്. അതിന് മുന്നോടിയായിട്ടൊക്കെ പലയിടത്തായി സിദ്ദീഖുണ്ട് എന്നുള്ള ഊഹാപോഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിൻ്റെ കൺമുന്നിൽ തന്നെ സിദ്ദീഖ് ഉണ്ടായിരുന്നതാണ്. ഇതിനുശേഷം ഈ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഈ സിദ്ദീഖിനെ ഒരു കാണാമറയത്തേക്ക് പോകുന്നു. പിന്നീട് സിദ്ദീഖിനായുള്ള അന്വേഷണം എന്ന രീതിയിൽ പലതരത്തിലുള്ള പോലീസ് പരിശോധനയും മറ്റുമൊക്കെ നടത്തിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കാര്യമായ രീതിയിൽ ഒരു പുരോഗതിയും തന്നെ ഉണ്ടായില്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതി സിദ്ദീഖിന് ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് പടമുകളിലെ വീടിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.